ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന് ഇന്ന് 128 വയസ്സായിരിക്കുന്നു. 1895 പണി കഴിപ്പിച്ച ഡാമിന് ഇപ്പോൾ 128 വർഷത്തെ പഴക്കമാണുള്ളത്. സാധാരണ ഒരു ഡാമിന്റെ ആയുസ് എന്ന് പറയുന്നത് 45-50 വർഷമാണ്. അത് കഴിഞ്ഞാൽ ആ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നുമാണ്. 50 വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഡാമിന് നാശം സംഭവിക്കാം. ബ്രിട്ടീഷുകാർ 999 വർഷത്തെ പാട്ടത്തിനാണ് തമിഴ്നാടിന് കരാർ വച്ചിരിക്കുന്നത്. ശരിക്കും അത് തമിഴ്നാട്ടുകാരോടുള്ള അവരുടെ സ്നേഹം കൊണ്ടൊന്നും ആയിരുന്നില്ല. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന 8000 ഏക്കർ വനസമ്പത്തായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി തമിഴ്നാടിന് പാട്ടത്തിന് കൊടുക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഇങ്ങനെ കരാർ വെച്ചു: ഡാം സ്ഥിതി ചെയ്യുന്ന അത്രയും സ്ഥലത്തെ സമ്പത്ത് തങ്ങൾക്ക് വേണം എന്ന. സമ്പത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂസ്വത്ത്. എണ്ണമില്ലാത്തത്ര വിലമതിക്കുന്ന മരങ്ങൾ, മരത്തടികൾ, മൃഗങ്ങൾ, മണ്ണിനടിയിലുള്ള മിനറൽസ്, ഇതെല്ലാമായിരുന്നു അവരുടെ ലക്ഷ്യവും. അങ്ങനെ ഈ ഡാം നിർമ്മിക്കുവാൻ അനുമതി കിട്ടുകയും ചെയ്തു. ശരിക്കും ഈ ഡാം ഭൂപ്രകൃതിക്ക് എതിരായാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ജിയോഗ്രഫിക്കലി അറബിക്കടലിലാണ് ചെന്ന് വീഴേണ്ടത്. എന്നാൽ അത് വഴിതിരിച്ച് ബേ ഓഫ് ബംഗാളിലേക്കാണ് വിട്ടിരിക്കുന്നത്. ഇതുകൊണ്ടുണ്ടായ ഭവിഷ്യത്ത് എന്തെന്നാൽ കേരളത്തിലെ 44 പുഴകളിൽ ഭൂരിഭാഗം എന്നതിലും ജലസ്രോതസ്സായിരുന്ന പെരിയാറിനെ ഡാം കെട്ടിയടച്ചപ്പോൾ നദികളിൽ വെള്ളം എത്താതെ വറ്റി വരളാൻ തുടങ്ങി. 1924 മുൻപ് കേരളത്തിൽ അത്രത്തോളം വലിയ വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ലായിരുന്നു. അതിന്റെ കാരണം എന്താണ്? മുല്ലപ്പെരിയാർ ഡാം വന്ന ശേഷം പെരിയാറിന്റെ കൈവഴികളിൽ വെള്ളം എത്താതെ ആയപ്പോൾ അവിടെ ആളുകൾ വീട് വയ്ക്കുകയും കടകൾ നിർമ്മിക്കുകയും ടൗൺഷിപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് മഴ വന്നപ്പോൾ സ്ഥിരം പുഴ ഒഴുകിയിരുന്ന വഴിയിൽ വെള്ളം വരാൻ തുടങ്ങി. അങ്ങനെ നാശങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങി. അതിന്റെ ചെറിയൊരു വേർഷനായിരുന്നു 26 വർഷങ്ങൾക്ക് ശേഷം ഇടുക്കി ഡാം തുറന്നപ്പോൾ ചെറുതോണി ടൗണിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ. അങ്ങനെ ഡാം പണി തുടങ്ങി. നിർമ്മാണ സമയത്ത് 2 തവണ ഡാം തകർന്നു. പക്ഷേ വീണ്ടും പണിത് ഈ സ്ഥിതിയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ചുണ്ണാമ്പും വെള്ളവും വെച്ചുണ്ടാക്കിയതിൽ ഏറ്റവും പഴക്കം ചെന്ന ഡാമാണ് ഇടുക്കി ഡാം. ഓരോ തവണ വെള്ളം ഒഴുകിപ്പോകുമ്പോഴും അതിൻ്റെതായ അളവിൽ ചുണ്ണാമ്പും കൂടി ഒഴുകിപ്പോകുന്നുണ്ട് എന്നാണ് പഠനം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാം എപ്പോൾ വേണമെങ്കിലും തകരാം എന്നുള്ളത് തന്നെയാണ്. കുറെ നാളായി ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതുവരെയും പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് സമാധാനിച്ച് ഇരിക്കാം എന്നാണ് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇതുവരെ പൊട്ടാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് പറയാനേ പറ്റൂ. കാരണം ഇതിന്റെ എക്സ്പയറി എന്നോ കഴിഞ്ഞതാണ്. എന്നാൽ വിരലിൽ എണ്ണാവുന്ന ചില ആളുകൾ ഉൾപ്പെടുന്ന ശക്തികളുടെ ബലത്തിലാണ് ഇന്നും ഡാമിന്റെ കാര്യത്തിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കാതെ പോകുന്നത്. സ്വന്തം നേട്ടങ്ങൾ മാത്രം മുൻപിൽ കാണുന്ന ചിലരുടെ കൈകളിലാണ് മുഴുവൻ സിസ്റ്റം എന്ന് അറിയുമ്പോൾ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. അതും 2 സ്റ്റേറ്റ് വരെ ഉൾപ്പെടുന്ന വിഷയത്തിൽ. 50,000 കോടി രൂപയാണ് തമിഴ്നാടിന് മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന നേട്ടം. അതേസമയം കേരളത്തിന് കിട്ടുന്നത് പാട്ടത്തുകയായ 10 ലക്ഷം രൂപയും. മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്താൽ തങ്ങളുടെ 5 ജില്ലകളിൽ വെള്ളം കൂടി മുട്ടിപ്പോകുമെന്ന് തമിഴ്നാട് അവകാശപ്പെടുന്ന ജില്ലകളിൽ നാഷണൽ ആവറേജിന് മുകളിൽ മഴ ലഭിക്കുന്ന ഏരിയ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 5 ജില്ലകളെ മുൻനിർത്തി തമിഴ്നാട് ലക്ഷ്യം വെക്കുന്നതാണ് ആ 50,000 കോടി. മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്താൽ ആ 50,000 കോടി അവർക്ക് കിട്ടുകയില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക്, അതും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവന് ഭീഷണിയായിട്ടും തമിഴ്നാട് സർക്കാർ അലസമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഈ കാര്യങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വരെ പോരാട്ടം നടത്തുന്നതും. ഇനി നമുക്ക് കേരളത്തിലെ കാര്യങ്ങൾ നോക്കാം. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ വെള്ളം നേരെ എത്തുന്നത് 36 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാമിലേക്കാണെന്നാണ് ധാരണ. അത് ഒരു സാധ്യത മാത്രമാണ്. അങ്ങനെ വന്നാൽ അത് ഇടുക്കി താങ്ങിക്കോളും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഒരു ഡാമിൽ നിലകൊള്ളുന്ന വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി അത് തകർന്നു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയായി മാറും. സ്ഥിരം വെള്ളം ഒഴുകുന്ന ഫോഴ്സിനേക്കാൾ 10 മടങ്ങ് ഫോഴ്സിലാകും വരിക. അങ്ങനെ വരുന്ന വെള്ളത്തെ ഒരു പക്ഷേ ഇടുക്കി ഡാമിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ചെറുതോണി, കുളമാവ് ഡാമുകൾക്കൊരിക്കലും അത് തടുക്കുവാൻ കഴിയില്ല. ഇടുക്കി ഡാം എന്ന് പറയുന്നത് ഇടുക്കി, ചെറുതോണി, കുളമാവ് ഡാമുകൾ ചേരുന്നതാണ് എന്നുകൂടി നാം ഓർക്കണം. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തി കുറഞ്ഞ ഡാമുകളിൽ 2 എണ്ണമാണ് കുളമാവും ചെറുതോണിയും. അപ്പോൾ ഇത്രയും ശക്തിക്ക് വരുന്ന വെള്ളം 2 ഡാമുകളെയും തകർക്കും എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഡാം തകർന്നാൽ ആദ്യം വെള്ളം എത്തുക തൊടുപുഴയിലായിരിക്കും. ഡാം പൊട്ടി നിമിഷങ്ങൾക്കകം തന്നെ വെള്ളം തൊടുപുഴയിൽ എത്തും. എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാനുള്ള സമയം പോലും ആളുകൾക്ക് ലഭിക്കില്ല.
പിന്നീട് കോട്ടയം, എറണാകുളം, ആലപ്പുഴ, തൃശൂരിന്റെ ഭാഗങ്ങൾ, പത്തനംതിട്ടയുടെ ഭൂരിഭാഗവും അങ്ങനെ വെള്ളം അറബിക്കടലിൽ ചെന്ന് വീഴും. തിരുവനന്തപുരം മുതൽ പത്തനംതിട്ട വരെ ദ്വീപ് പോലെ രൂപപ്പെടും. ഇടുക്കിയുടെ ഭാഗങ്ങൾ തമിഴ്നാട് പിടിച്ചടക്കും. മുകളിലോട്ടുള്ളത് കർണാടകവും പിടിച്ചെടുക്കാനാണ് സാധ്യത. ഇനി ഒരുപക്ഷെ വെള്ളം ചെന്ന് കടലിൽ വീഴുമെന്ന് പറഞ്ഞാലോ? എന്നാൽ അത്രയും വെള്ളം കടലിൽ ചെന്നാൽ ബാലൻസ് നടക്കില്ല. അത് തിരിച്ച് കരയിലേക്ക് വിടും. അത് വീണ്ടും വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും. കടല് തിരിച്ചടിക്കുന്ന വെള്ളം കേരളത്തിൽ മാത്രം ആയിരിക്കണം എന്ന് നാം ഒരിക്കലും വാശി പിടിക്കരുത്. ഒരുപക്ഷെ ഈസ്റ്റ് കോസ്റ്റ് ഏരിയ മുഴുവൻ നാശമുണ്ടാക്കുവാനും സാധ്യതയുണ്ട്. കാര്യം ഇത്രയും ഗൗരവമുള്ള വിഷയമായിട്ടും ഇതിന് മുൻനിര ചർച്ചകൾ ഒന്നും തന്നെ വരുന്നതേയില്ല. ഏതെങ്കിലും കാര്യമായ ന്യൂസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഇടുക്കിയിൽ ഒരു ഭൂചലനമോ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി ഒരു പരിപ്പുവട ചർച്ചയെങ്കിലും നമ്മുടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ നടക്കൂ. അവിടെയാണ് മുൻപ് പറഞ്ഞ ശക്തികൾ ബുദ്ധി ഉപയോഗിക്കുന്നത്. അവർക്കൊരു പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാവാം, മതപരമായ ലക്ഷ്യങ്ങളാവാം, വർഗീയപരമായ ലക്ഷ്യങ്ങളാവാം. ഇങ്ങനെ ഒരു വിഷയത്തിൽ ജനങ്ങളധികം ശ്രദ്ധ കൊടുക്കാതെ ഇരിക്കാനാവാം ഇവിടെ മറ്റ് സമരങ്ങൾ തുറന്നുവിടുന്നതും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന പല സംഭവങ്ങൾ നടത്തുന്നതും. ഇത് മാത്രമല്ല, മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ന്യൂസിന് മുകളിൽ സ്ഥാനം പിടിക്കുന്ന ഏത് വാർത്തകളും പ്ലാൻഡ് ആണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നതുമില്ല. എന്തുകൊണ്ട് ഇത്രയും ഭയാനകമായ വിഷയം ആളുകൾ മറ്റു വാർത്തകളെക്കാൾ ഏറെ ചർച്ച ചെയ്യുന്നില്ല എന്നത് തീർത്തും അത്ഭുതം തന്നെയാണ്. പലർക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല എന്ന് തന്നെ വേണം പറയുവാൻ. എന്നാൽ അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ആരും മുന്നിട്ടിറങ്ങുന്നതുമില്ല. മുന്നിട്ടിറങ്ങുന്നവരെയെല്ലാം മുൻപ് പറഞ്ഞ വ്യക്തികൾ സ്വാധീനം ഉപയോഗിച്ച് തടസ്സം വരുത്തുകയും ചെയ്യുന്നു. അവരുടെ ശബ്ദം പുറം ലോകം അറിയാൻ സമ്മതിക്കുന്നില്ല. ബാക്കി എല്ലാ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഡാം ചെക്ക് ചെയ്യാൻ നിയമിക്കുന്ന എക്സ്പേർട്സ് തന്നെയായിരിക്കും. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കാൻ നിയമിച്ചിരിക്കുന്ന 5 അംഗ സംഘത്തിൽപ്പെടുന്ന എക്സ്പേർട്സ് എന്ന് പറയുന്നവർ 3 ജഡ്ജിമാർ, 2 സിവിൽ എഞ്ചിനീയേഴ്സ്. ഇവരാരും മുൻപേ ഒരു ഡാം നിർമ്മിക്കുകയോ പരിപാലിക്കുകയോ അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ളവരോ അല്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സ്പെർട്ട് എന്ന് പേരും കൊടുത്ത് ടീം ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവർ സുപ്രീം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണ് തമിഴ്നാടിന് അനുകൂലമായി സുപ്രീം കോടതി വിധി പറഞ്ഞതും. എക്സ്പേർട്സ് എന്ന് പറഞ്ഞവർ കൊടുത്ത റിപ്പോർട്ട് പരിശോധിച്ച വക്കീൽ പറയുന്നത് ഡാമിന്റെ തകരാറിനെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെന്നുമാണ്. ഡാം സുരക്ഷിതമാണെന്നുമാണ് അവർ അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 2011 IIT-യിലെ വിദഗ്ധ സംഘടന നടത്തിയ പരിശോധനയിൽ ഡാം തീർത്തും ശക്തി നഷ്ടപ്പെട്ടതാണെന്നും എപ്പോൾ വേണമെങ്കിലും തകരാമെന്ന അവസ്ഥയിലാണെന്നുമാണ് അറിഞ്ഞത്. ഡാം തകരാതിരിക്കാൻ ഒരു മാർഗം എന്ന നിലയ്ക്ക് ഡാമിന്റെ മുകളിൽ 2-3 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു. അത് എന്തിനാണെന്ന് വെച്ചാൽ മുകളിലുള്ള ഭാരം കൊണ്ട് ഡാമിന്റെ ശക്തി ബാലൻസ് ആകാൻ വേണ്ടിയെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇതുകൊണ്ട് കൂടുതൽ അപകടമാണ് ഉണ്ടായത്. പ്രതീക്ഷിച്ചതിന് വിപരീതമായി മുകളിലെ ഭാരവും വന്നു കയറുന്ന വെള്ളത്തിന്റെ ഫോഴ്സും കൊണ്ട് ഡാമിന്റെ സ്ട്രക്ചർ വളയുവാൻ തുടങ്ങി. അത് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുവാൻ ഒരു കാരണം കൂടിയായി. എന്നാൽ സുപ്രീം കോടതിയിൽ എത്തിയ എക്സ്പേർട്സിന്റെ റിപ്പോർട്ടിൽ ഇതൊന്നും മെൻഷൻ ചെയ്തിട്ടുമില്ല എന്നുള്ളത് അത്ഭുതകരം തന്നെയല്ലേ? ഇതിൽ നിന്നെല്ലാം പലതും സ്ട്രൈക്കിംഗ് ആണ്. ഭരിക്കുന്നവർ അറിയാതെ മേൽപ്പറഞ്ഞ തിരുത്തലുകൾ ഒന്നും ഉണ്ടാവുകയുമില്ല. എവിടെയൊക്കെയോ വലിയ കളികൾ നടക്കുന്നുണ്ട്. ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾക്ക് വേണ്ടത് ഒരുപക്ഷെ ദുരന്ത വാർത്തയായിരിക്കാം. അതാകുമ്പോൾ അവരുടെ TRP മാർക്കറ്റിംഗ് ഒക്കെ ഉയർത്തുവാൻ സാധിച്ചേക്കും. പക്ഷേ ദുരന്തം ഉണ്ടായിട്ട് അയ്യോ ഇത് സംഭവിച്ചേ എന്ന് വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഒന്നുകിൽ ഡാം ഡീകമ്മീഷൻ ചെയ്യുക, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിന് സമാനമായി പുതിയ ഡാം പണിയുക. കേരളത്തിന് യാതൊരു ഗുണവും മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് കിട്ടുന്നില്ല. എന്നാൽ തകർന്നാൽ 99% നഷ്ടം കേരളത്തിന് മാത്രമായിരിക്കും.